ശബരിമല വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശബരിമലയിൽ കുംഭമാസ പൂജാ നാളുകളിൽ അയ്യപ്പസ്വാമിയെ ദർശിച്ച് പതിനായിരങ്ങൾ. ഇന്നലെ രാത്രി 11 മണിവരെ 36,337 ഭക്തരാണ് ദർശനത്തിനെത്തിയത്. കുംഭമാസ പൂജാ ദിവസങ്ങളിൽ ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏറ്റവും കൂടുതലുള്ളത് ഇന്നാണ്. 40,385 ഭക്തരാണ് ഇന്ന് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നത്. മാസപൂജകൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച രാത്രി 10 മണിക്കാണ് നടയടയ്ക്കുക. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നതു മുതൽ തന്നെ പതിനായിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി എത്തുന്നത്. ഒരുപക്ഷെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നാണ് ഏറ്റവും അധികം ഭക്തർ അവിടെ എത്തുന്നത് എന്നാണ്. 40,000-ന് മുകളിൽ. എന്തായാലും എങ്ങനെയുണ്ട് അവിടുത്തെ തിരക്ക്? രോഹിണി, രാവിലെ തിരക്ക് ശരാശരി തിരക്കുണ്ട്. ഇന്നലെ രാത്രിയിലും തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ 9:50 ഹരിവരാസനം പാടി നട അടയ്ക്കുമെന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഭക്തജനങ്ങളുടെ തിരക്ക് മൂലം 1 മണിക്കൂർ ദർശന സമയം നീട്ടി 11 മണിക്കാണ് ഹരിവരാസനം പാടി നട അടച്ചത്. രാവിലെ നടപ്പന്തലിലും ഫ്ലൈ ഓവറിലുമെല്ലാം വലിയ തിരക്കുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഉഷപൂജ ആരംഭിക്കും. ഉഷപൂജയ്ക്ക് നടയടയ്ക്കും. അപ്പോൾ കുറച്ചും കൂടി ഭക്തജനങ്ങൾക്ക് അല്പസമയം കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തിരക്ക് ഇനിയുള്ള മണിക്കൂറുകളിലും കൂടുന്നതിനുള്ള സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് 40,000-ത്തിലധികം ഭക്തജനങ്ങളാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് സൗകര്യമുണ്ട്. സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് 1.5 ലക്ഷത്തിലേറെ ഭക്തജനങ്ങൾ ഇന്ന് സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള സാഹചര്യമാണ് ഉള്ളത്. രാവിലെ ശരാശരി തിരക്ക് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമെല്ലാം അനുഭവപ്പെടുന്നു. സോപാനത്തിന് സമീപം കുട്ടികളുടെ ചോറൂണും മറ്റു ചടങ്ങുകൾക്കുമായിട്ട് ഭക്തജനങ്ങൾ കാത്ത് നിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 5:30 നട തുറന്നു. 5:30 മുതൽ 10:30 വരെയാണ് നെയ്യഭിഷേകമുള്ളത്. മറ്റ് കളഭാഭിഷേകം, ഉദയാസ്മന പൂജ, പടിപൂജ ചടങ്ങുകൾ എല്ലാ ദിവസവും ഉണ്ട്. നടയടയ്ക്കുന്ന 17-ാം തീയതി വരെ ഈ 3 ചടങ്ങുകളുമുണ്ട്. വൈകിട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി വൈകിട്ട് നടയടയ്ക്കും. പിന്നീട് വൈകിട്ട് 5 മണിക്കാണ് നട തുറക്കുന്നത്. വൈകിട്ട് 6:30 പതിവ് പോലെ ദീപാരാധന. 9:50 ഹരിവരാസനം പാടി നടയടയ്ക്കുമെന്നാണ് ഇന്നും നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയാണെങ്കിൽ, ഇന്നും തിരക്ക് കൂടുകയാണെങ്കിൽ, വൈകിട്ട് തിരക്ക് കൂടുകയാണെങ്കിൽ ഈ ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയക്രമത്തിലൊക്കെ മാറ്റം വരുത്തുന്നതിനുള്ള സാധ്യതയുമുണ്ട്. കുഞ്ഞ് അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട്. എവിടുന്നാണ് വരുന്നത് മോള്? മലകയറ്റമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ടാണോ? എവിടുന്ന് എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റമൊക്കെ? കേറി നന്നായിട്ട്. രണ്ടുപേരും എങ്ങനെ ഉണ്ടായിരുന്നു മലകയറ്റം? രണ്ടുപേരും ആദ്യമായിട്ടാണോ? കന്നി ആദ്യമായിട്ട് വരുന്നത്. ചോറൂണിന്, കുട്ടികളുടെ ചോറൂണിനും മറ്റുമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുംഭമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ മുതൽ ഭക്തജനങ്ങൾ കൂടുതലായിട്ട് കുട്ടികളുമൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. രാവിലെ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫ്ലൈ ഓവർ നിറഞ്ഞിരിക്കുകയാണ്. മുഴുവൻ ഭാഗങ്ങളിലും ഭക്തജനങ്ങളുണ്ട്. താഴെ നടപ്പന്തലിലും ഭക്തജനങ്ങളുടെ തിരക്കുണ്ട്. പക്ഷേ അധിക സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല. വരി വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇപ്പോൾ ഉഷപൂജയ്ക്ക് നട അടച്ചിരിക്കുകയാണ്. അതിൻ്റെ തിരക്കുമുണ്ട്. കൂടുതൽ സമയം കാത്തു നിൽക്കാതെ തന്നെ സാധാരണ മണ്ഡല മകരവിളക്ക് കാലത്തെ പോലെ തന്നെ മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിടുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം വരുന്നില്ല. അതുപോലെ തമ്പടിക്കുന്ന ഭക്തജനങ്ങളുടെയും ഈ മാസപൂജ കാലത്ത് കുറവാണ്. നേരത്തെ മണ്ഡല മകരവിളക്ക് കാലത്തൊക്കെ ശബരിമലയിലും സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങളൊക്കെ കൂടുതൽ സമയം ദർശനം പൂർത്തിയാക്കിയാലും പമ്പയിലേക്ക് മലയിറങ്ങാതെ തമ്പടിക്കുന്ന സാഹചര്യം, കാഴ്ചകളൊക്കെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ മാസപൂജ സമയത്ത് ദർശനം പൂർത്തിയാക്കി ഭക്തജനങ്ങൾ പരമാവധി വേഗത്തിൽ തന്നെ സന്നിധാനത്ത് നിന്നും മടങ്ങുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ മാസപൂജ കാലത്ത് വർധനവുണ്ട്. മുൻ മാസകാല പൂജ കാലയളവുകളുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സാധാരണ മലയാളികളാണ് മാസപൂജ കാലത്ത് കൂടുതലായി സന്നിധാനത്തേക്ക് ദർശനത്തിന് എത്തുന്നത്. പക്ഷേ ഇത്തവണ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും ഈ കുംഭമാസ പൂജയ്ക്ക് നട തുറന്നപ്പോൾ ധാരാളമായി എത്തുന്നുണ്ട്. ഇന്ന് 40,000-ത്തിലധികം ഭക്തജനങ്ങൾ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തപ്പോൾ അതിൽ 15,000-ത്തിലധികം ഭക്തജനങ്ങൾ കർണാടകയിൽ നിന്നുള്ളവരാണ്. 12,000-ത്തിലധികം ഭക്തജനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും ഉള്ളവരാണ്. 10,000-ത്തോളം ഭക്തജനങ്ങളാണ് കേരളത്തിൽ നിന്നും ഇന്ന് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നത്. 15,330 ഭക്തജനങ്ങൾ കർണാടകയിൽ നിന്നും ഇന്ന് ആകെ ഉള്ള വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ കർണാടകയിൽ നിന്നും ബുക്ക് ചെയ്തിരിക്കുന്നു. 12,610 ഭക്തജനങ്ങൾ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുണ്ട്. 10,117 ഭക്തജനങ്ങളാണ് കേരളത്തിൽ നിന്നും ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളെയും 36,862 ഭക്തജനങ്ങൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. 16-ാം തീയതി 19,402 ഭക്തജനങ്ങളാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിരിക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്കിംഗിൽ നന്നെ കുറവുള്ളത്
നടയടയ്ക്കുന്ന 17-ാം തീയതിയായിരുന്നു. 4749 പേർ മാത്രമാണ് അന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിരിക്കുന്നത്. 17-ാം തീയതി ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും 5 ദിവസങ്ങളിലും 40,000-ന് മുകളിൽ 40,000-നടുത്ത് ഭക്തജനങ്ങൾ 20,000-നും 40,000-നും ഇടയിൽ ഭക്തജനങ്ങൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട്. ഉഷപൂജയ്ക്ക് നടയടച്ചിരിക്കുന്നു. അതിന്റെ തിരക്ക് ഭക്തജനങ്ങൾക്ക് ഇനി അല്പസമയം കാത്തു നിന്നതിന് ശേഷമായിരിക്കും. നടപ്പന്തലും ഈ ഫ്ലൈ ഓവറിലും എല്ലാം കാത്തു നിന്നതിന് ശേഷമാണ് ഇനി ഉഷപൂജ പൂർത്തിയാക്കി നട തുറക്കുമ്പോൾ ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക. എന്തായാലും ഇന്നും 9:50-ന് ഹരിവരാസനം പാടി നടയടയ്ക്കുമെന്നാണ് 17-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നലത്തെ പോലെ തന്നെ വൈകിട്ട് തിരക്ക് കൂടുകയാണെങ്കിൽ ആ സമയക്രമം നീട്ടി നൽകും. 1 മണിക്കൂർ കൂടി ദർശന സമയം നീട്ടി 11 മണിയോട് കൂടിയായിരിക്കും ഹരിവരാസനം പാടി നടയടയ്ക്കുക. ശരി മിഥുൻ, എന്തായാലും കുംഭമാസ പൂജകൾക്കായി നട തുറന്നതിന് ശേഷം വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് 40,000-ന് മുകളിലാണ് വെർച്വൽ ക്യൂ സംവിധാനം വഴി ബുക്ക് ചെയ്തിരിക്കുന്ന അയ്യപ്പ ഭക്തർ അവിടെ ദർശനത്തിനായി എത്തിച്ചേരുന്നത്. മിഥുൻ മുരളിയാണ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത്.